പ്രിയ വിദ്യാർത്ഥികളെ, 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ തേർഡ് ലെസൺ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമൻ, ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ മാർക്ക് ആന്റണി നടത്തുന്ന ബ്ലാങ്ക് വേഴ്സിലുള്ള ഒരു സ്പീച്ച്. ഈ സ്പീച്ചിൽ ഉൾപ്പെടുന്ന പോയറ്റിക് ഡിവൈസസ് ആൻഡ് ഇറ്റ്സ് അപ്രീസിയേഷൻ ഇവയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം പോയറ്റിക് ഡിവൈസസ്. നമ്പർ 1, അലിറ്ററേഷൻ. Repetition of the same consonant sound at the beginning of words. ഒരു കവിതാ വരിയിൽ തുടരെ വരുന്ന വാക്കുകളുടെ ബിഗിനിങ്ങിൽ ആവർത്തിച്ച് വരുന്ന കോൺസണന്റ് സൗണ്ടുകളാണ് അലിറ്ററേഷൻ. ഫോർ എക്സാമ്പിൾ, ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്. ഈ സ്പീച്ചിൽ ഉൾപ്പെടുന്ന 2 വാക്കുകളാണ് ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സൗണ്ടുകൾ ഓരോ വാക്കിൻ്റെയും ബിഗിനിങ്ങിൽ ആവർത്തിച്ച് വന്നിരിക്കുന്നു. അതുവഴി അലിറ്ററേഷൻ തീർത്തിരിക്കുന്നു. ബ്രൂട്ടിഷ് ബീച്ച് മറ്റൊരു ഉദാഹരണം. സൗണ്ടുകളുടെ റിപ്പറ്റീഷൻ. ദെൻ സ്റ്റേൺ സ്റ്റാഫ് മറ്റൊരു ഉദാഹരണം. മറ്റൊരു എക്സാമ്പിൾ, ദ പുവർ ഹാവ് ക്രൈഡ്, സീസർ ഹാഡ് വെപ്റ്റ്. ഇവിടെ സൗണ്ടുകൾ ആവർത്തിച്ചിരിക്കുന്നു, ഹാവ് എന്നതിലും ഹാസ് എന്നതിലും. എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു ലൈനാണ്, ആൻഡ് ഷുവർ ഹി ഈസ് ആൻ ഓണറബിൾ മാൻ. ഇവിടെ ഹി എന്നതിലും ഓണറബിൾ എന്നതിലും എച്ച് എന്ന കോൺസണന്റ് ലെറ്റർ ബിഗിനിങ്ങിൽ തന്നെ ഉണ്ട്. എന്നാൽ ഇത് അലിറ്ററേറ്റീവ് അല്ല. അതിനുള്ള കാരണം ഈ എച്ച് ഒരേ സൗണ്ട് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹ് എന്നുള്ളതും ഓ എന്നുള്ളതും വ്യത്യസ്ത സൗണ്ടുകളാണ്. അതുകൊണ്ട് ഇത് അലിറ്ററേഷനായി തെറ്റിദ്ധരിക്കരുത് എന്ന് ശ്രദ്ധിക്കുക. Number 2, assonance. Repetition of vowel sounds anywhere in nearby words. ഒരു വരിയിൽ തുടരെ വരുന്ന വാക്കുകളിൽ ഒരേപോലുള്ള വവൽ സൗണ്ടുകൾ ആവർത്തിച്ചു വരുന്നതാണ്. അലിറ്ററേഷനെ പോലെ വാക്കുകളുടെ ബിഗിനിങ്ങിൽ ആയിരിക്കണമെന്ന നിർബന്ധമില്ല. ഏതെങ്കിലുമൊക്കെ ഭാഗത്തായിട്ട് ഒരേപോലുള്ള വവൽ സൗണ്ടുകൾ തുടരെ വരുന്നതാണ് assonance. ഫോർ എക്സാമ്പിൾ, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. ഈ ഓപ്പണിംഗ് ലൈനിൽ തന്നെ എന്ന വവൽ സൗണ്ട് ആവർത്തിച്ചത് ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ, ഇങ്ങനെയുള്ള വവൽ സൗണ്ടുകളുടെ ആവർത്തനം. നമ്പർ 3, കോൺസണൻസ്. റെപ്പറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് എനിവേർ ഇൻ നിയർ ബൈ വേർഡ്സ്. ഒരു വരിയിൽ തുടരെ വരുന്ന വാക്കുകളിൽ ആവർത്തിക്കപ്പെടുന്ന കോൺസണന്റ് സൗണ്ടുകളാണ് കോൺസണൻസ് എന്ന് അറിയപ്പെടുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, അലിറ്ററേഷനും റെപ്പറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് ആണ്. എന്നാൽ അലിറ്ററേഷനും കോൺസണൻസും തമ്മിലുള്ള വ്യത്യാസം, അലിറ്ററേഷൻ, റെപ്പറ്റീഷൻ ഒരേ സൗണ്ട് വാക്കുകളുടെ ബിഗിനിങ്ങിലായിരിക്കണം. എന്നാൽ കോൺസണൻസിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. എനിവേർ ഇൻ നിയർ ബൈ വേർഡ്സ്, അടുത്തുള്ള വാക്കുകളിൽ ഏത് ഭാഗത്തുമാകാം, ബിഗിനിങ്ങിലോ മിഡിലിലോ എൻഡിലോ ഒക്കെ ഒരേപോലുള്ള കോൺസണന്റ് സൗണ്ടുകൾ ആവർത്തിച്ചാൽ മതി. ഇതാണ് അലിറ്ററേഷനും കോൺസണൻസും തമ്മിലുള്ള വ്യത്യാസം. ഫോർ എക്സാമ്പിൾ, റെപ്പറ്റീഷൻ ഓഫ് ദ സൗണ്ട് ഇൻ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. ഓപ്പണിംഗ് ലൈനിലെ സൗണ്ടുകളുടെ ആവർത്തനം. ഇതേ വരിയിൽ മറ്റ് കോൺസണന്റ് സൗണ്ടുകളും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഫ്രണ്ട്സ്, ഇതിലെ ന് സൗണ്ട്, റോമൻസ് ന് സൗണ്ട്, കൺട്രിമെൻ അതിലും ന് സൗണ്ട് ഉണ്ട്. തുടർന്നൊരു വാക്ക് കൂടെയുണ്ട്, ലെൻ മീ യുവർ ഇയേഴ്സ്. ലെൻ എന്നതിലും ഒരു ന് സൗണ്ട് ആവർത്തിക്കുന്നുണ്ട്. അതും കോൺസണൻസിന് ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഫ്രണ്ട്സ്, റോമൻസ് എന്ന് പറയുമ്പോൾ ആവർത്തിക്കപ്പെടുന്ന സൗണ്ടുകളും കോൺസണൻസ് തീർക്കുന്നു. നമ്പർ 4, അപ്പോസ്ട്രഫി. അഡ്രസ്സിംഗ് ആൻ ആബ്സെന്റ് ഓർ ഡെഡ് പേഴ്സൺ or an abstract idea as if it could respond. എപ്പോസ്ട്രഫി എന്നുള്ളത് ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. ഒരു അഡ്രസ്സിംഗ് രീതിയാണിത്. മറ്റൊരാളെ അഭിസംബോധന ചെയ്യുന്ന ഒരു രീതി. പ്രത്യേകിച്ച് ആബ്സെന്റ് ആയിട്ടുള്ള, നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത ഒരാളെ അഡ്രസ് ചെയ്യുന്നു. അതുമല്ലെങ്കിൽ മരിച്ചുപോയ ഒരു വ്യക്തിയെ വിളിച്ച് സംസാരിക്കുന്ന ഒരു രീതി. അതുമല്ലെങ്കിൽ ഒരു മനുഷ്യനല്ലാത്ത ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയ, നമുക്ക് കാണാനോ കേൾക്കാനോ ഒന്നും കഴിയാത്ത ഒരു ആശയത്തോട് അതിന് കേൾക്കാൻ കഴിയും എന്ന ഒരു വിചാരത്തിൽ
ഒരു സങ്കല്പത്തിൽ അതിനോട് സംസാരിക്കുന്ന ഒരു രീതിയാണ് അപ്പോസ്ട്രോഫി. ആബ്സ്ട്രാക്ട് ഐഡിയ ആസ് ഇഫ് ഇറ്റ് കുഡ് റെസ്പോണ്ട്. കേൾക്കുകയും പ്രതികരിക്കാൻ കഴിയുകയും സാധിക്കുമെന്നുള്ള ഒരു സങ്കല്പം വെച്ചുകൊണ്ടുള്ള ഒരു അഡ്രസ്സിംഗ് രീതിയാണ് അപ്പോസ്ട്രോഫി. ഫോർ എക്സാമ്പിൾ, ഓ ജഡ്ജ്മെന്റ് thou art fled to brutish beasts. ഈ വരിയിൽ ജഡ്ജ്മെന്റ് എന്നുള്ളത് മനുഷ്യരുടെ ഒരു വിവേക ബുദ്ധിയെയാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യർക്ക് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള അവരുടെ റീസണിങ് പവർ, ശരി തെറ്റുകളെ വേർതിരിച്ചറിയാനുള്ള മനുഷ്യന്റെ ബുദ്ധിശക്തി, അതിനെയാണ് മാർക്ക് ആന്റണി തന്റെ പ്രസംഗത്തിൽ നേരിട്ട് വിളിച്ചുകൊണ്ട് ഓ ജഡ്ജ്മെന്റ്, മനുഷ്യരുടെ ബുദ്ധിശക്തി എന്ന് അഡ്രസ് ചെയ്യുന്നത്. ഇത് അപ്പോസ്ട്രോഫിയുടെ മനോഹരമായ ഒരു ഉദാഹരണമാണ്. നമ്പർ 5, ഹൈപ്പർബലി. ഹൈപ്പർബലി എന്നുള്ളത് ഡെലിബറേറ്റ് എക്സാജറേഷൻ ഫോർ ഇമോഷൻ, ഇഫാക്ട് ഓർ എംഫസിസ്. പറയുന്ന ആശയത്തെ കുറച്ചും കൂടെ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ ഉദ്ദേശിച്ച ഒരു ഇമോഷനെ വർദ്ധിപ്പിച്ച് കാണിക്കുന്നതിന് വേണ്ടി, ഒരു ഇഫക്റ്റിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു മനഃപൂർവ്വമുള്ള എക്സാജറേഷനാണ്. പർവ്വതീകരിച്ച് പറയുക, വലുതാക്കി അവതരിപ്പിക്കുക എന്നുള്ള ഒരു രീതി. ഫോർ എക്സാമ്പിൾ, മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ ദർ വിത്ത് സീസർ. മാർക്ക് ആന്റണിക്ക് ജൂലിയസ് സീസറുടെ മരണത്തിൽ അഗാധമായ ദുഃഖമുണ്ട്. എന്നാൽ ആ ദുഃഖം അദ്ദേഹം അവതരിപ്പിക്കുന്നത് വളരെ വർദ്ധിപ്പിച്ച ഒരു ശൈലിയിലാണ്. എൻ്റെ ഹൃദയം സീസറോടൊപ്പം, ആ സീസറുടെ ഡെഡ് ബോഡിയോടൊപ്പം അതേ കോഫിനിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദുഃഖം അല്പം പർവ്വതീകരിച്ച് പറയുന്ന, എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന ഒരു ശൈലിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്പർ 8, മെറ്റോണിമി. യൂസിങ് എ റിലേറ്റീവ് വേർഡ് ടു മീൻ ദ ഹോൾ ഓഫ് സംതിങ്. പൂർണ്ണമായ ഒരു കാര്യത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായ ഒരു ആശയമാണ്. എന്നാൽ അത് നേരിട്ട് പറയാതെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വേർഡ് ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ക്രൗൺ ടു മീൻ കിങ് ഓർ കിങ്ഷിപ്പ്. നാം പറയാൻ ഉദ്ദേശിക്കുന്നത് രാജാവ് അല്ലെങ്കിൽ രാജഭരണം എന്ന പൂർണ്ണമായ ഒരു ആശയത്തെക്കുറിച്ചാണ്. എന്നാൽ അതുമായി, രാജാവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്രൗൺ എന്ന പദമാണ് അതിനു വേണ്ടി നാം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രൗൺ ഒരു മെറ്റോണിമിയാണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിങ് ഓർ കിങ്ഷിപ്പാണ്. ഇത്തരത്തിലുള്ള ഒരു പോയറ്റിക് ഡിവൈസ് ഈ സ്പീച്ചിലുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. ഈ ഫ്രേസിൽ ഇയേഴ്സ് എന്നുള്ളത് ഒരു മെറ്റോണിമിയാണ്. ഇയേഴ്സ് സ്റ്റാൻഡ്സ് ഫോർ അറ്റൻഷൻ ഓർ ലിസണിങ്. ശ്രദ്ധിക്കുക, ശ്രദ്ധാപൂർവം കേൾക്കുക എന്ന പൂർണ്ണമായ ഒരാശയത്തിന് പകരം ഇയേഴ്സ്, കാതുകൾ എന്ന അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇയേഴ്സ് എന്നുള്ളത് മെറ്റോണിമിയുടെ ഒരു ഉദാഹരണമാണ്. നമ്പർ 9, സിനക്ഡക്കി. സിനക്ഡക്കി എന്നുള്ളത് മെറ്റോണിമി പോലെ തന്നെ മറ്റൊരു പോയറ്റിക് ഡിവൈസ് ആണ്. ഇവ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം നമുക്ക് പരിശോധിക്കാം. എന്താണ് സിനക്ഡക്കി? യൂസിങ് എ വേർഡ് ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് സംതിങ് ടു റെപ്രസെന്റ് ദ ഹോൾ ഓഫ് ഇറ്റ്. പൂർണ്ണമായ ഒരു വസ്തുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് അതിൻ്റെ തന്നെ ഒരു പാർട്ട്, അതിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള മറ്റൊരു വേർഡ് ഉപയോഗിക്കുന്ന രീതിയാണിത്. ഇത്തരത്തിലുള്ള ഒരു സിനക്ഡക്കിയുടെ ഉദാഹരണം ഈ സ്പീച്ചിലുണ്ട്. ഉദാഹരണത്തിന്, ദ വേർഡ് ബോൺസ് ഇൻ ദ ഗുഡ് ഈസ് ഓഫ്റ്റ് ഇൻഡേർഡ് വിത്ത് ദെയർ ബോൺസ്. നന്മകൾ ചെയ്ത ഒരു വ്യക്തി മരിച്ച് അയാളുടെ ശരീരം മറമാടുന്നതോടുകൂടി, ശവക്കുഴിയിൽ അടക്കുന്നതോടുകൂടി ആ നന്മകളും മിക്കപ്പോഴും മറന്നു പോകുന്നു എന്ന അർത്ഥം വരുന്ന ഈ സെന്റൻസിൽ ബോൺസ് എന്നുള്ള വേർഡ് സിനക്ഡക്കിയുടെ ഒരു ഉദാഹരണമാണ്. ബോൺസ് കൊണ്ട് ഉദ്ദേശിച്ചത് ഒരാളുടെ ഡെഡ് ബോഡിയാണ്, ശവശരീരം തന്നെയാണ്. എന്നാൽ പൂർണ്ണമായ ഡെഡ് ബോഡി, ആ ശവശരീരം എന്ന് പറയുന്നതിന് പകരം ഒരാളുടെ ബോഡിയുടെ പാർട്ടായിട്ടുള്ള ബോൺസ്, എല്ലുകൾ എന്നർത്ഥം വരുന്ന മറ്റൊരു വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹിയർ ബോൺസ് മീൻസ് ദ ഹോൾ ബോഡി ഓർ ദ ഡെഡ് ബോഡി. എന്നാൽ അതുമായി ബന്ധമുള്ള പൂർണ്ണാർത്ഥത്തിൽ പറയാതെ ഒരു പാർട്ട് മാത്രം പറഞ്ഞുകൊണ്ടാണ് അതിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്തരം പ്രയോഗമാണ് സിനക്ഡക്കി. ബോൺസ് ആർ പാർട്ട് ഓഫ് ദ ബോഡി. ഒരു ശരീരത്തിൻ്റെ ഒരു പാർട്ടാണ് ബോൺസ്. ഇനി മെറ്റോണമിയും സിനക്ഡക്കിയും തമ്മിലുള്ള വ്യത്യാസം, മെറ്റോണമി ഒരു റിലേറ്റഡ് വേർഡ് ആയിരിക്കും, പാർട്ടായിരിക്കില്ല.
കിങ് എന്നതിൻ്റെ ഒരു റിലേറ്റഡ് വേർഡാണ്, അതുമായി ബന്ധമുള്ള ഒരു പദമാണ് ക്രൗൺ. അല്ലാതെ കിങ് എന്നുള്ള മനുഷ്യൻ്റെ ഒരു ബോഡി പാർട്ട് അല്ല ക്രൗൺ. എന്നാൽ ഒരു ഡെഡ് ബോഡിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. നമുക്ക് അത്ര എളുപ്പത്തിൽ ഇങ്ങ് എടുത്തു മാറ്റാൻ പറ്റുന്ന ഒന്നല്ല ബോൺസ്. അതാണ് വ്യത്യാസം. നമ്പർ 10, പേഴ്സോണിഫിക്കേഷൻ. ഇത് വിദ്യാർത്ഥികൾക്ക് ഏറെ പരിചിതമായ ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. ഗിവിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ആബ്സ്ട്രാക്ട് ഐഡിയാസ് ഓർ ഇനാനിമേറ്റ് ഒബ്ജക്ട്സ്. ചില ആശയങ്ങൾക്ക് നമുക്ക് കാണാനോ സ്പർശിക്കാനോ ഒന്നും കഴിയാത്ത വെറും ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയകൾ, ആശയങ്ങൾ, അല്ലെങ്കിൽ ഇനാനിമേറ്റ് ഓബ്ജക്ട്സ്, ജീവനില്ലാത്ത വസ്തുക്കൾക്ക്, ഇവയ്ക്കൊക്കെ മനുഷ്യൻ്റെതായ ചില ഗുണങ്ങളുണ്ടെന്ന് സങ്കല്പിച്ച് പറയുന്ന ഒരു രീതി. ഈ പോയറ്റിക് ഡിവൈസിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പേഴ്സോണിഫിക്കേഷൻ ഒരു പേഴ്സൺ, ഒരു വ്യക്തിയായിട്ട് സങ്കല്പിച്ച് പറയുന്ന രീതി. ഫോർ എക്സാമ്പിൾ, ദി ഈവിൾ ദാറ്റ് മെൻ ഡു ലിവ്സ് ആഫ്റ്റർ ദം. ഒരു വ്യക്തി ചെയ്യുന്ന തിന്മകൾ അയാൾ മരിച്ചാലും ജീവിക്കുന്നു. തിന്മകൾ ജീവിക്കുക. ഈവിൾ എന്നുള്ളത് ഒരു ആബ്സ്ട്രാക്റ്റ് ഐഡിയ മാത്രമാണ്. എന്നാൽ ലിവ്സ് എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്ന പോലെയുള്ള ജീവിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഈവിൾ എന്നുള്ള ഒരു ആശയത്തിന് ജീവിക്കാൻ സാധിക്കുന്നു, അതിന് ജീവനുണ്ട് എന്നുള്ള ഒരു സങ്കല്പം നമ്മൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈവിൾ ലിവ്സ്, ഇത് പേഴ്സോണിഫിക്കേഷൻ്റെ ഒരു ഉദാഹരണമാണ്. അതേപോലെ തന്നെയാണ് മറ്റൊരു ആബ്സ്ട്രാക്റ്റ് ഐഡിയ, ജഡ്ജ്മെൻറ്റ്, മനുഷ്യൻ്റെ വിവേക ബുദ്ധി. ആ ജഡ്ജ്മെൻറ്റ്, ദ വാട്ട് ഫ്ലഡ് ടു ബ്രൂട്ടിഷ് ബീറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ജഡ്ജ്മെൻ്റാണ് ഫ്ലഡ്, റാൻ അവേ, ഓടിപ്പോയത്. ജഡ്ജ്മെൻറ്റ്, അതിന് ഓടിപ്പോകാനുള്ള, മനുഷ്യൻ്റെതായ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് സങ്കല്പിച്ച് പറയുന്ന ഒരു രീതിയാണ് പേഴ്സോണിഫിക്കേഷൻ. നമ്പർ 11, റെപ്പറ്റീഷൻ. റെപ്പറ്റീഷൻ എന്ന ഈ പോയറ്റിക് ഡിവൈസിൻ്റെ നെയിം സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആവർത്തനമാണ്. റിപ്പീറ്റിംഗ് വേർഡ്സ് ഓർ ഫ്രേസസ് ഫോർ എംഫസിസ് ആൻഡ് പെർസുവേഷൻ. പറയുന്ന ആശയത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി, ആ ഗൗരവം എടുത്തു കാണിക്കാൻ വേണ്ടി വാക്കുകൾ അല്ലെങ്കിൽ മറ്റ് ഫ്രേസുകളൊക്കെ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതാണ് റെപ്പറ്റീഷൻ. ഈ സ്പീച്ചിൽ ധാരാളം റെപ്പറ്റീഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. ഇത് ഒരു ഐറണിയാണ്. ആ ഐറണി ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി, അതിൻ്റെ ഗൗരവം ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി മാർക്ക് ആൻ്റണി തൻ്റെ പ്രസംഗത്തിൽ പലവട്ടം ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് സോ ആർ ദേ ഓൾ. അതുപോലെ തന്നെയാണ് ബ്രൂട്ടസിൻ്റെ അനുയായികൾ. എന്നിട്ട് ഓൾ ഓണറബിൾ മെൻ, അവരെല്ലാവരും ഓണറബിൾ മെൻ എന്ന് എടുത്തു പറയുന്നു. സോ ആർ ദേ ഓൾ. ഓൾ എന്ന് പറഞ്ഞാൽ ബ്രൂട്ടസിൻ്റെ അനുയായികൾ. അതേ ഓൾ എന്ന് വീണ്ടും അതേ വരിയിൽ തന്നെ ആവർത്തിച്ചിരിക്കുന്നു, ഓൾ, അവരെല്ലാവരും. ഇത് ആ പറയുന്നതിൻ്റെ ഗൗരവം അതിൻ്റെ ഒരു എംഫാറ്റിക് ഫോമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഓൾ ഓൾ റെപ്പറ്റീഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ ഗ്രീവസ് ഫാൾട്ട്, ഗൗരവമുള്ള തെറ്റ് എന്ന് പറഞ്ഞിട്ട് ഗ്രീവസ്ലി ഹാത്ത് സീസർ ആൻസേർഡ് ഇറ്റ്. അതേ ഗൗരവത്തിൽ സീസർ അതിനോട് പ്രതികരിച്ചിരിക്കുന്നു. അപ്പോൾ ഗ്രീവസ് എന്നുള്ള ആ വേർഡ് തന്നെയാണ് അതിൻ്റെ ഒരു ആഡ്വേർബ് ഫോമിൽ ആവർത്തിച്ചിരിക്കുന്നത്. അതും റെപ്പറ്റീഷനാണ്. ആ പറയുന്ന ആശയത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കാനാണ് ആ റെപ്പറ്റീഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ മറ്റൊരു റെപ്പറ്റീഷനാണ് സീസർ വാസ് ആംബിഷ്യസ്. ബ്രൂട്ടസ് സെസ് സീസർ വാസ് ആംബിഷ്യസ്. സീസർ ആംബിഷ്യസ് ആയിരുന്നു എന്നിങ്ങനെ പലവട്ടം ആൻ്റണി തൻ്റെ സ്പീച്ചിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്പീച്ചിൽ ഉൾപ്പെടുന്ന റെപ്പറ്റീഷൻ എന്ന പോയറ്റിക് ഡിവൈസിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവയെല്ലാം എന്ന് ഓർത്തു വയ്ക്കുക. 12. റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ഫോർ ഇഫക്റ്റ്, നോട്ട് ടു ഗെറ്റ് ആൻ ആൻസർ. പറയുന്ന കാര്യത്തിൻ്റെ ഗൗരവം ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ശൈലിയാണിത്. അല്ലാതെ സാധാരണ ഒരു മറുപടി ലഭിക്കാൻ വേണ്ടി ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ അല്ല. റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ മറുപടി പ്രതീക്ഷിക്കാത്ത, മറുപടി ആവശ്യമില്ലാത്ത തരം ക്വസ്റ്റ്യൻ രൂപങ്ങളാണ്. ഇത്തരത്തിലുള്ള പോയറ്റിക് ഡിവൈസ് അഥവാ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ഈ സ്പീച്ചിലും ധാരാളമായിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഡിഡ് ദിസ് ഇൻ സീസർ സീം ആംബിഷ്യസ്. സീസറുടെ ചില ഗുണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ആന്റണി പ്രസംഗിക്കുന്നു. സീസർ ധാരാളം ക്യാപ്റ്റീവ്സിനെ, പ്രിസണേഴ്സിനെ റോമിലേക്ക് കൊണ്ടുവന്ന് അവരിൽ നിന്നും റാൻസം എമൗണ്ട് കളക്ട് ചെയ്ത് റോമിൻ്റെ ജനറൽ കോഫേഴ്സ്, പബ്ലിക് ട്രഷറി സമ്പന്നമാക്കി.
എന്നിട്ട് ചോദിക്കുന്നു, ഡിഡ് ദിസ് ഇൻ സീസർ സീം ആംബിഷ്യസ്? സീസറുടെ ഇത്തരം പ്രവർത്തനങ്ങൾ അദ്ദേഹം ആംബിഷ്യസ് ആയിരുന്നു എന്നാണോ തോന്നിപ്പിക്കുന്നത്? മറ്റൊരിക്കൽ വാസ് ദിസ് ആംബിഷൻ എന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ആ സ്പീച്ചിൽ അദ്ദേഹം ചോദിക്കുന്നു. ലൂപ്പക്കോൾ ഫെസ്റ്റിവൽ സമയത്ത് ആന്റണി ജൂലിയസ് സീസർക്ക് 3 പ്രാവശ്യം കിങ്ലി ക്രൗൺ പ്രസന്റായി നൽകുന്നുണ്ട്. ആ 3 പ്രാവശ്യവും ജൂലിയസ് സീസർ അത് സ്വീകരിക്കാതെ നിരസിച്ചു. അദ്ദേഹത്തിന് കിങ് ആവാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല എന്ന രൂപത്തിൽ. ഇത് പറഞ്ഞതിന് ശേഷം ആന്റണി ജനങ്ങളോട് ചോദിക്കുന്നു, വാസ് ദിസ് ആംബിഷൻ? ഇത് ജൂലിയസ് സീസറുടെ അധികാരമോഹമാണോ കാണിക്കുന്നത്? വാസ് ദിസ് ആംബിഷൻ? ഇതാണോ അദ്ദേഹത്തിന്റെ ആംബിഷൻ, അധികാരമോഹം, ആർത്തി? വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു, വാട്ട് കോസ് വിതോൾസ് യു ദെൻ ടു മോൺ ഫോർ ഹിം? ആന്റണി പ്രസംഗത്തിൽ പറയുന്നു, ഒരിക്കൽ ഈ ജനങ്ങളെല്ലാവരും ജൂലിയസ് സീസർ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ജൂലിയസ് സീസർ വധിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിൽ നിങ്ങൾ ദുഃഖിക്കുന്നില്ല? ദുഃഖിക്കുന്നതിൽ നിന്നും എന്ത് കാര്യമാണ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് എന്നുള്ള ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. വാട്ട് കോസ് വിതോൾസ് യു? എന്ത് കാര്യമാണ് നിങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നത്? വിതോൾസ് പ്രിവെൻസ്. ദെൻ ടു മോൺ ഫ്രം ഫോർ ഹിം. അദ്ദേഹത്തിന് വേണ്ടി ദുഃഖം പ്രകടിപ്പിക്കുന്നതിൽ നിന്നും എന്താണ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത്? ഈ 3 ക്വസ്റ്റ്യൻസും റിട്ടോറിക്കൽ ക്വസ്റ്റ്യന്റെ മനോഹരമായ ഉദാഹരണങ്ങളാണ്. 13. Metaphor. A comparison between two unrelated things by saying one is the other. മെറ്റഫർ എന്ന പോയറ്റിക് ഡിവൈസ് വിദ്യാർത്ഥികൾക്ക് ഏറെ പരിചിതമാണ്. 2 വ്യത്യസ്തമായ വസ്തുക്കൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് മെറ്റഫർ. കമ്പയർ ചെയ്യപ്പെടുന്ന വസ്തുക്കളിൽ ഒന്ന് മറ്റൊന്ന് തന്നെയാണ് എന്ന രീതിയിൽ കമ്പാരിസൺ ചെയ്യുന്നു. ഒന്ന് മറ്റൊന്ന് പോലെയാണ് എന്ന് പറയുമ്പോൾ പോലെ എന്നർത്ഥം വരുന്ന ലൈക്ക് ഓർ ആസ് ഉപയോഗിക്കും. അപ്പോൾ അത് സിമിലി എന്ന കമ്പാരിസണായി മാറും. ഈ സ്പീച്ചിൽ മെറ്റഫർ എന്ന കമ്പാരിസന്റെ വ്യക്തമായ 2 ഉദാഹരണങ്ങളുണ്ട്. മൈ ഹാർട്ട് ഇസ് ഇൻ ദ കോഫിൻ ദർ വിത്ത് സീസർ എന്ന് മാർക്ക് ആന്റണി പറയുമ്പോൾ ജൂലിയസ് സീസർ മരിച്ചു. അദ്ദേഹം ഇപ്പോൾ കോഫിൻ, ആ ശവപ്പെട്ടിയിൽ കിടക്കുകയാണ്. ആ ദുഃഖഭാരം കൊണ്ട് ആന്റണിയുടെ ഹൃദയവും മരിച്ചു. ജൂലിയസ് സീസറോടൊപ്പം അതേ കോഫിനിൽ തൻ്റെ മരിച്ച ഹൃദയവും കിടക്കുന്നു. ഇത് രണ്ടും പരസ്പരം കമ്പയർ ചെയ്യുന്ന ഒരു കമ്പാരിസൺ, ഒരു മെറ്റഫോറിക്കൽ കമ്പാരിസൺ ഈ സ്പീച്ചിൽ ആന്റണി ഈ വരികളിലൂടെ ഉപയോഗിച്ചിരിക്കുന്നു. ബോത്ത് സീസർ ആൻഡ് ആന്റണീസ് ഹാർട്ട് ആർ ഡെഡ് ആൻഡ് ലൈ ഇൻ ദ സെയിം കോഫിൻ. ഇങ്ങനെയാണ് ആ കമ്പാരിസൺ പ്രകടമാകുന്നത്. ദെൻ മറ്റൊരു ഉദാഹരണം, ആംബിഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേൺ സ്റ്റാഫ്. ആംബിഷൻ എന്ന ആ ദുരാഗ്രഹം, അത്യാഗ്രഹം, അധികാരമോഹം, അതൊരു സ്റ്റേൺ സ്റ്റഫാണ്, വളരെ കഠിനമായ, വളരെ സ്ട്രിക്റ്റായ ഒരു വസ്തു. അപ്പോൾ ആംബിഷ്യസ് എന്ന് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അത് വളരെ കഠിന ഹൃദയമുള്ള ഒരു വ്യക്തിയാണ്. ഈ വരികളിലൂടെ മറ്റൊരു മെറ്റഫോറിക്കൽ കമ്പാരിസൺ തീർക്കുന്നു. ആംബിഷൻ സ്റ്റേൺ സ്റ്റഫ് ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ആംബിഷൻ ഓർ ആൻ ആംബിഷ്യസ് പേഴ്സൺ ഈസ് എ സ്റ്റേൺ സ്റ്റാഫ്. ഇത്രയുമാണ് ബ്ലാങ്ക് വേഴ്സിൽ രചിക്കപ്പെട്ട ഈ സ്പീച്ചിൽ ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയറ്റിക് ഡിവൈസസ്. ഇനി വിദ്യാർത്ഥികൾ ഈ സ്പീച്ചിന്റെ ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു അപ്രീസിയേഷൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. മലയാളത്തിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. Friends, Romans Countrymen Appreciation. Friends, Romans Countrymen is the most powerful speech in William Shakespeare's play Julius Caesar. Mark Antony delivers it at Caesar's funeral. Shortly after, Brutus and the other conspirators justified Caesar's assassination by calling him ambitious. Antony, while pretending to honor Brutus and his fellow conspirators, cleverly challenges their accusation. He repeatedly refers to them as honorable men, using irony to plant doubts in the minds of the Roman crowds. Antony reminds the people about Caesar's compassion, generosity, and honesty, saying that Caesar wept when the poor cried. He refused the crown 3 times, and he filled Rome's treasury with ransoms from captives. These facts directly challenge Brutus' allegation that Caesar was ambitious. Antony also expresses deep grief,
saying he must pause his speech as his heart is in the coffin there with Caesar. Antony uses many rhetorical devices to stir the emotions of the crowds. He uses repetition of key lines like Brutus says Caesar was ambitious and employs irony in calling Brutus an honorable man. Antony elevates the emotional impact through an apostrophe by directly addressing the judgment of the crowd or judgment, and through personification saying it has fled to Brutus' beats. He uses hyperbole in the line, My heart is in the coffin, and it depicts a vivid visual image too. Antony's statement that when the poor cried, Caesar wept creates an auditory image and evokes strong emotional appeal. Alliteration, assonance, and consonance further enhance the rhythm and impact of the speech. In short, Antony's funeral speech is a masterful example of influencing public opinion without openly attacking his opponents. It also showcases Shakespeare's brilliance in blending language, emotion, and rhetorical devices to suit the situation. ഇത്രയുമാണ് മാർക്ക് ആന്റണിയുടെ സ്പീച്ചിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസസ്, അതുപോലെ തന്നെ ഈ സ്പീച്ചിന്റെ അപ്രീസിയേഷൻ. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കും, ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.